ഹായ്, അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ക്യാച്ചസിന്റെ ടെക്നിക്കാണ്. ക്യാച്ചസ് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് നോർമലി വരുന്നത് ബാറ്റേഴ്സുമായിട്ട് വളരെ ക്ലോസ് ഉള്ള ഏരിയകളിൽ നമുക്ക് ഷോർട്ട് ക്യാച്ചസ് വരാം, അല്ലെങ്കിൽ ഒരു 30 യാർഡ് റേഞ്ചിലൊക്കെ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ക്യാച്ചസ് വരാം. ഇനി അതല്ല ബൗണ്ടറി ലൈനിലൊക്കെ നിൽക്കുമ്പോഴായാലും 30 യാർഡിലായാലും നമുക്ക് ഹൈ ക്യാച്ചസും വരാം. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്യാച്ചസ് മിസ്സാവാനുള്ള ചാൻസസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് നിങ്ങൾ ക്യാച്ച് റിസീവ് ചെയ്യുമ്പോൾ ബോൾ ഇടിച്ച് തെറിച്ച് പോകുന്നത്. അതിൻ്റെ ഏറ്റവും കൂടുതൽ തെറിച്ച് പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നീ നിങ്ങൾ റിസീവ് ചെയ്യുമ്പം നിങ്ങളുടെ ഈ ഒരു ഭാഗത്തായിരിക്കും ബോൾ റിസീവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ പാമ്പിനകത്ത് ക്യാച്ചസ് റിസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാച്ചസ് ഇടിച്ച് തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം ഈ ഏരിയയിൽ ക്യാച്ച് റിസീവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഏരിയ കുറച്ച് ഹാർഡാണ്. സോ ബോൾ ഇടിച്ചിട്ട് തെറിച്ച് പോകാനുള്ള ചാൻസസ് ഹൈ ആണ്. പിന്നെ നിങ്ങളുടെ ക്യാച്ചസ് മിസ്സാവാനും അല്ലെങ്കിൽ ഇഞ്ചുറീസ്, കൈക്ക് ഇഞ്ചുറീസ്, ഫിംഗേഴ്സിന് ഇഞ്ചുറീസ് വരാനും ഉള്ള ചാൻസ് ആണ് രണ്ടാമത് കാണുന്നത്. ഫിംഗർ ഇഞ്ചുറി വരാനുള്ള മെയിൻ റീസൺ നിങ്ങൾ ക്യാച്ചസ് റിസീവ് ചെയ്യുന്നത് എപ്പോഴും ഫിംഗേഴ്സിൽ റിസീവ് ചെയ്യാൻ നോക്കുമ്പോഴാണ്. നിങ്ങൾ ക്യാച്ചസ് എടുക്കുമ്പോൾ ഫിംഗേഴ്സ് കൊണ്ട് റിസീവ് ചെയ്യാൻ നോക്കുമ്പോൾ ഫിംഗർ ഇഞ്ചുറീസ് വരാനും ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ എപ്പോഴും നിങ്ങൾ ക്യാച്ചസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബേസ് ഓഫ് ദി ഫിംഗേഴ്സിലായിരിക്കണം നിങ്ങൾ എപ്പോഴും ക്യാച്ചസ് എടുക്കുമ്പോൾ റിസീവ് ചെയ്യാനുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സേഫ് ആയിട്ടും നിങ്ങൾക്ക് ഇഞ്ചുറി ഫ്രീ ആയിട്ടും ക്യാച്ചസ് എടുക്കാൻ പറ്റുള്ളൂ. സോ ക്യാച്ചസ് എടുക്കുമ്പോൾ ബേസിക് ടെക്നിക്ക് എന്താണെന്നുള്ളത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹൈ ക്യാച്ചസ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഹൈ ക്യാച്ചസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ നിന്ന് ക്യാച്ചസ് വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബോളിൻ്റെ അടുത്തേക്ക് റീച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ഓടി ബോളിൻ്റെ അടുത്തേക്ക് വരിക. അതിനുശേഷം നിങ്ങളുടെ കൈ ഒരു കംഫർട്ടബിൾ ഹൈറ്റിലേക്ക് കൊണ്ടുവരാം. മിനിമം നമ്മൾ ക്രിക്കറ്റിൽ പറയുന്നത് മിനിമം ഒരു ഐ ലെവൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്നിൻ്റെ ലെവൽ എന്നുള്ളതാണ്. ആ ഒരു റേഞ്ചിലേക്ക് കൈ കൊണ്ടുവരിക. അവിടെ നിന്ന് ക്യാച്ച് റിസീവ് ചെയ്യാനായിട്ട് നോക്കുക. സോ അങ്ങനെ വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു റിസീവിങ് ഏരിയ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. റിസീവ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വരുന്ന ബോളിന്, ഇത്ര ഹൈറ്റിൽ നിന്ന് വരുന്ന ബോളിന് ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് നിങ്ങളുടെ കയ്യിൽ കൊള്ളുമ്പോൾ നിങ്ങൾക്ക് കൈ ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നിങ്ങൾ റിസീവ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ്. അതിനാണ് കൈ ഒരു കംഫർട്ടബിൾ ഡിസ്റ്റൻസിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോവുക, അവിടെ നിന്ന് റിസീവ് ചെയ്യാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സോ റിസീവ് ചെയ്ത് തന്നെ ഹൈ ക്യാച്ചസ് എടുക്കാൻ നോക്കുക. സോ ഹൈ ക്യാച്ചസ് എടുക്കുമ്പോൾ പറഞ്ഞ ടെക്നിക്ക് ഫോളോ ചെയ്യുക. കൈ ഒരു കംഫർട്ടബിൾ ഡിസ്റ്റൻസിൽ മുകളിലേക്ക് കൊണ്ടുപോവുക. സോ അവിടെ നിന്ന് ഉള്ളിലേക്ക്, ചെസ്റ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിലേക്ക് റിസീവ് ചെയ്യാനായിട്ട് നോക്കുക. മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോളിലേക്ക് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ബോളിൽ വാച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാച്ചസ് മിസ്സാവാനുള്ള ചാൻസും ഭയങ്കര ഹൈ ആണ്. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ മുകളിലേക്ക് റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ റിസീവ് ചെയ്യുന്ന സ്ഥലം കുറച്ച് മുകളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാച്ച് ഇവിടെ നിന്ന് മിസ്സാവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു സെക്കൻഡ് ഓപ്ഷൻ, നിങ്ങൾക്ക് ആ ക്യാച്ച് റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ക്യാച്ചസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ക്യാച്ച് താഴെ നിന്നാണ് ക്യാച്ച് എടുക്കാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാച്ച് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഓപ്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് എപ്പോഴും ക്യാച്ചസ് എടുക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ ഡിസ്റ്റൻസിൽ മുകളിലേക്ക് കൈ കൊണ്ടുപോയിട്ട് തന്നെ റിസീവ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി നമ്മൾ ഷോർട്ട് ക്യാച്ചസ് ആണ് നോക്കാൻ പോകുന്നത്. ഷോർട്ട് ക്യാച്ചസ് എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ബോഡിയിൽ നിന്ന് കൈ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴും ക്ലോസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുക. കാര്യം കുറേ പേര് രണ്ട് കൈയും ഡിസ്റ്റൻസ് ഇട്ട് ക്യാച്ച് ഇങ്ങനെ കളക്ട് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്ന കുറേ കുട്ടികളുണ്ട്. സോ അവരൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈ എപ്പോഴും ഒരു കപ്പ് ഷേപ്പ് കൊടുക്കുക. കപ്പ് ഷേപ്പ് കൊടുത്ത് തന്നെ ക്യാച്ചസ് റിസീവ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു കാരണവശാലും നിങ്ങൾ ക്യാച്ചസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഭാഗത്ത് ഒരു കാരണവശാലും ഗ്യാപ്പ് വരരുത്. ഓക്കെ, സോ അത് എപ്പോഴും ചേർന്ന് തന്നെ ഇരിക്കണം. ഫിംഗേഴ്സ് നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ നോർമലി വെച്ച് ക്യാച്ചസ് എടുക്കുന്നവരും ഉണ്ട്. ലോക്ക് ചെയ്ത് വെക്കുന്നതാണ് നോർമലി ടെക്നിക്സിൽ പറയുന്നത്. സോ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് അത് എടുക്കാം. പക്ഷെ ഒരു കാരണവശാലും ഫിംഗേഴ്സ് ഇവിടെ ഈ ഭാഗത്ത് ഗ്യാപ്പ് കൊടുത്തും കൈ നിങ്ങൾ യൂസ് ചെയ്യരുത്. അത് മാത്രമല്ല, ഫിംഗേഴ്സ് ക്ലോസ് ആക്കി പിടിച്ച് നിങ്ങൾ ക്യാച്ചസ് എടുക്കാൻ. കാര്യം നമ്മൾ ക്യാച്ച് എടുക്കുമ്പോൾ ബോളിന് വന്ന് ഇരിക്കാൻ ഒരു സർഫസ് ഏരിയ വേണം. ആ ഏരിയ നിങ്ങൾ ക്യാച്ചസ് എടുക്കുന്ന സമയത്ത് കുറയ്ക്കും തോറും നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാച്ചസ് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. സോ എപ്പോഴും കൈ എപ്പോഴും ചേർത്ത് വെക്കാതെ കൈ എപ്പോഴും ഫിംഗേഴ്സ് കുറച്ചുകൂടി സ്പേസ് കൊടുത്ത് ഒരു വലിയ കപ്പ് ഷേപ്പ് കൊടുത്ത് തന്നെ ക്യാച്ചസ് എടുക്കാൻ നോക്കാം. ഇതാണ് ഷോർട്ട് ക്യാച്ചസ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എല്ലാവരും ഷോർട്ട് ക്യാച്ചസ് എടുക്കുമ്പോൾ കൈ ഹെവി ആയിട്ട് വരാനാണ് ഒരു പ്രവണത കാണുന്നുണ്ട്. സോ അതും കൈ ക്ലോസ് ടു ദി ബോഡി ആയിട്ട് തന്നെ ഫ്രണ്ടിലേക്ക് ചേർന്ന് വരിക, റിസീവ് ചെയ്യുക.
ബോഡിയിലേക്ക് ക്ലോസ് ആയിട്ട് റിസീവ് ചെയ്യാനായിട്ട് നോക്കുക. ഇതാണ് ഷോർട്ട് ക്യാച്ചസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ടെക്നിക്ക്. ഇതുവരെ നമ്മൾ നോക്കിയത് ക്യാച്ചസ് എങ്ങനെ എടുക്കണം എന്നുള്ളതാണ്. സോ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റുകൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. സോ അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാച്ചസ് റിസീവ് ചെയ്യുമ്പോൾ ഏത് ഭാഗം യൂസ് ചെയ്താണ് ക്യാച്ചസ് റിസീവ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കി. പിന്നെ ഹൈ ക്യാച്ചസ് എങ്ങനെ എടുക്കുക, ഷോർട്ട് ക്യാച്ചസ് എങ്ങനെ എടുക്കുക, ഇതിൻ്റെ ടെക്നിക്ക് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് ബ്രീഫായിട്ട് നോക്കിയിട്ടുണ്ട്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ അറിയിക്കുക. വേറെ എന്തെങ്കിലും കാര്യത്തിൽ ക്രിക്കറ്റിൽ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. ഞാൻ മാക്സിമം കമൻസിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നതായിരിക്കും. ബൈ.